ഇവിടെ വന്ന് കയറുമ്പോൾ ആദ്യം ഇരിക്കുന്നതിൽ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ള സാധനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന പൈപ്പൊക്കെ പഴയ സാധനങ്ങളാണ്. ഇരിക്കുന്ന ഈ ബോക്സാണ്. ഈ ബോക്സിനകത്തെല്ലാം പഴയ ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഡൈക്കാസ്റ്റ് അപ്പ് തന്നെ ഇറങ്ങിയതാണ്. കാരണം നമ്മളെ ചാനലിൽ കൂടുതൽ ഡൈക്കാസ്റ്റ് അപ്പ് ആണല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നും പതിവില്ലാതെ ഡൈക്കാസ്റ്റ് അപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. സാധനം വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു സാധനം അവിടെ കിടപ്പുണ്ട്, കുറച്ചുകൂടി വലുത്. നമുക്ക് ആദ്യം നമ്മൾ സ്ഥിരം കയറുന്ന കടയിൽ കയറി ഹോട്ട് വീൽസിൻ്റെ ഏതെങ്കിലും മോഡൽസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഹോട്ട് വീൽസിനും കാണാറില്ല, മെജോറിറ്റിനെയും കാണാറില്ല, മാച്ച് ബോക്സിനും കാണാറില്ല. എന്തായാലും ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. എന്തായാലും ഏതെങ്കിലും ഒരു സാധനം കൂടി നമ്മളിന്ന് പുറത്തേക്ക് വരുള്ളൂ. പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഏതാണ് എടുക്കാൻ പോകുന്നത്. ഒന്ന് ഹോട്ട് വീൽസ് കാണുമെങ്കിൽ അത് നമ്മൾ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ടിന് പറ്റിയ ഡൈക്കാസ്റ്റ് ഇച്ചിരി വലുത് എനിക്കൊന്ന് 1:23 സ്കെയിലിൻ്റെ ഒരു മോഡൽ ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ആ മോഡൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം തണുപ്പ് കുറഞ്ഞ് വന്നതായിരുന്നു. ഇപ്പം നല്ല കാറ്റാണ്, കാണാൻ വേനലിന് മുമ്പുള്ള കാറ്റാണ്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. ഇവിടെ വന്ന് കയറുമ്പോൾ ആദ്യം ഇരിക്കുന്നതിൽ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടുവിടാണ്. ഇത് കാണിച്ചാണ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. എന്താ ചെയ്യുക, ഇത്രയ്ക്കും ദാരിദ്ര്യം കാണിച്ചാൽ എങ്ങനെ ശരിയാകുക? ഒരു കാര്യം ചെയ്യും, ഒക്കെ ടോയ് സെക്ഷനും കൂടെ തന്നേക്കാം. അവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കാറുണ്ട്. സാധനം അവിടെ വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ള സാധനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന പൈപ്പൊക്കെ പഴയ സാധനങ്ങളാണ്. ഇതൊന്നും വന്നിട്ടില്ല, എല്ലാം പഴയ തന്നെയാണ്. ഇവർ ഇവിടുത്തെ ഈ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാതെ പുതിയത് വയ്ക്കിയാലും തോന്നും. എല്ലാം ഇങ്ങനെ രണ്ടെണ്ണം നമ്മുടെ ഇരുമുണ്ട്. ഇതും നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ ഇരിക്കുന്ന ഈ ബോക്സാണ്. ഈ ബോക്സിനകത്തെല്ലാം പഴയ മോഡൽസാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ വലുതുണ്ട്, ചെറുതുണ്ട്. ഇതൊക്കെ നമ്മുടെ ധാരാളം സ്റ്റോക്ക് കിട്ടിക്കിടക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ള സാധനങ്ങളാണ്. ഇവിടെ മോൺസ്റ്റർ ട്രക്ക് ഇരിക്കുന്നുണ്ട്. എൻ്റെ മോൺസ്റ്റർ ട്രക്ക് കുറച്ചിരിപ്പുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ടേക്കേഴ്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ടേക്കേഴ്സ് ഇരിപ്പുണ്ട്. F1 ഇപ്പോഴും അതേ പടം തന്നെ ഇരിപ്പുണ്ട്. ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇതിലേതാണ് നമ്മൾ മേടിച്ചേക്കുന്നതെന്ന് അറിയാൻ ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഇതിലേതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. F1 അതേപടി ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒന്നും ഇവിടെ ഇരിപ്പില്ല. പിന്നെ ലെഗോ അറിയിപ്പുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇവിടെ മാത്രമല്ല, ഇവർ മരുന്നിൻ്റെ സൈഡിലൊക്കെ ഇവരിങ്ങനെ ഹോട്ട് വീൽസ് തൂക്കിയിടാറുണ്ട്. ഇത് TF വരുന്ന മോഡലാണ് കേട്ടോ, ട്രഷർ കണ്ട് വരുന്ന മോഡലാണ്. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയത്. എൻ്റെ അത് സാധനമില്ല. ഞാൻ വേറെ സുഖം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. ഇവർ ഈ മരുന്നിൻ്റെ ഒക്കെ അവിടെ കൊണ്ടുപോയി ഹോട്ട് വീൽസ് തൂക്കിയിടും. തപ്പി നടക്കും. എന്നിട്ട് അവസാനം ഇങ്ങോട്ട് അധികം കയറാറില്ലല്ലോ. എന്നിട്ട് മരുന്നിൻ്റെ അവിടെ എങ്ങനെ യാദൃശ്ചികമായിട്ട് കയറുമ്പോഴായിരിക്കും ഈ സാധനം കാണുന്നത്. എന്തല്ലേ ബിസിനസ് തന്ത്രങ്ങളെ ഒക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഹോട്ട് വീൽസോ മാച്ച് ബോക്സോ മെജോറിറ്റിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടില്ല. നമുക്ക് തക്കളെ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് അപ്പുറത്തെ നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പിൽ കയറി നോക്കാം. അവിടെ വന്നിട്ടുണ്ടെന്ന് 2 ഷോപ്പിൽ കയറാറുണ്ട്. ആ 2 ഷോപ്പിലും കയറി നോക്കാം, എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞ സാധനം എടുത്തിട്ടുണ്ടോ. അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടി നിങ്ങളും വീഡിയോസ് കൂടെ കണ്ടുപോരും. ഓക്കെ, ഇവിടെയും ഒന്നും വന്നിട്ടില്ല ഗൈസ്.
പഴയ സാധനമൊക്കെ തന്നെ ഇരിക്കുന്നു. ഹോട്ട് വീലിൻ്റെ മറ്റേ എക്സൽ ടൈപ്പ് വന്നിരിപ്പുണ്ട്, പഴയത്. നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ മാച്ച് ബോക്സിൻ്റെ ട്രക്ക് വന്നിരിപ്പുണ്ട്. ഇതൊക്കെ പഴയ, ഇതൊക്കെ ഇവിടെ ഇരുന്ന സാധനങ്ങളാണ്. തൻ്റെ മാച്ച് ബോക്സിൻ്റെ സാധനങ്ങൾ അപ്പം പറയാം. ഇവിടെ ഇതിനൊക്കെ 170 രൂപ, 150 രൂപ. ഇവിടെയാണ്, ഈ കടയിലാണ് ഏറ്റവും കുറവ് സാധനങ്ങൾ കിട്ടുന്നത്. ഏറ്റവും കുറവ് വിലയ്ക്ക് ഹോട്ട് വീൽസ് ആയാലും ഡൈകാസ്റ്റ് ആയാലും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അവരും ഇപ്പോഴേ സാധനം എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിന് വക്കാത്താണോ എന്ന് എനിക്കറിയത്തില്ല. ക്ലിയറൻസ് വില വരുമ്പോൾ വച്ചെങ്കിലുള്ളൂ. ഇവിടെ ഒന്നും ഇരിപ്പില്ല, ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റ് മോഡൽസ് ഉണ്ടോയെന്ന് അപ്പുറം സ്ഥലത്ത് നോക്കാം. ഇവിടെ ഞാൻ നോക്കി ഡ്രാഗ് ഇരിക്കുന്നത് MSZ എന്ന് പറഞ്ഞ ഡ്രാഗിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. CCയുടെ ഈ സാധനം മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. വേറെ ഒന്നും ഇവിടെ ഇരിപ്പില്ല. ഹോട്ട് വീലിൻ്റെ മറ്റേ ബ്രിക്സ് കിടപ്പുണ്ട് കേട്ടോ ഈ സൈഡിലാണെങ്കിലും. പിന്നെ ഇരിക്കുന്നത് ഈ മോട്ടോർസാണ് ഇരിക്കുന്നത്. ഈ മോട്ടോർസാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ടൊയോട്ടയുണ്ട്. പിന്നെ ഇതിനിവിടെ 3 കൊണ്ട് പറയുമ്പോൾ നാട്ടിൽ 300 രൂപ. എക്സസ് ഉണ്ട്. ഇതേതാ വോക്സ്വാഗൺ എടുക്കാൻ പറ്റുന്നില്ല. ലംബോർഗിനി ഉണ്ട്. പിന്നെ ടൊയോട്ട സൂപ്പർ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ബ്രാൻഡുകൾ. വേറെ ഒന്നും ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഈ കടയിലും സാധനങ്ങൾ ഒന്നും ഇരിപ്പില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, അപ്പുറത്തെ കടയിൽ പോകാം. അവിടെ എന്തായാലും നമുക്ക് വേണ്ട എന്തെങ്കിലും കാണാതിരിക്കുകയില്ല. ഹോട്ട് വീൽസ് ഉണ്ട്, അല്ലാതെ ഡൈകാസ്റ്റ് മറ്റേ 1:64 ഒരു സാധനം ഇരിപ്പുണ്ട്. അതെന്തായാലും അവിടെ കാണാതിരിക്കില്ല. നമുക്ക് ആ കടയിലേക്ക് പതുക്കെ ചലിക്കാൻ കൂട്ടുകാരെ. അവിടെ സാധനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ, എങ്ങനെ പോയാലും അവസാനം കറക്കി തിരിഞ്ഞ് നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ വരും. പോയി തപ്പി നോക്കാം എന്തെങ്കിലും വന്നിട്ടുണ്ടോ. ഇവിടെ ഇരിക്കുന്നതിൽ ഹോട്ട് വീൽസിൻ്റെ ഒക്കെ നമുക്ക് ഹോട്ട് വീൽസിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ വന്നിട്ടുണ്ട്. സിൽവർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിസാൻ സിൽവിയ വന്നിട്ട് സിൽവിയ അപ്പം നമുക്ക് തൽക്കാലം ഏതാണ് നിസാൻ തൽക്കാലം ഈ 3 എടുത്തു. പിന്നെ ഇതാണ് ഇവിടെ ഇരിക്കുന്ന ട്രാൻസ്പോർട്ടിങ് 5 പാക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ ഫാൻസി മോഡലാണ്. മെജോറിറ്റിൻ്റെ ട്രക്കുണ്ട്. ഹോട്ട് വീലിൻ്റെ മോൺസ്റ്റർ ട്രക്കുണ്ട്. വീണ്ടും സിൽവർ സീരീസ് വേറെ ഇരിപ്പുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇതിൻ്റെ മിക്കതും നമ്മുടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ മിക്ക കളക്ഷൻസും നമ്മുടെ ഇരിപ്പുണ്ട്. F1 മോഡൽസ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ സിൽവർ പ്രീമിയം പ്രീമിയം ഇത്രയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അതല്ലാതെ വേറെ സാധനം ഇരിക്കുന്നത്. നോക്കി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു മക്കളെ. പോർഷെ ഇരിക്കുന്നുണ്ട്. പോർഷെ ഇതിലേതെടുക്കണമെന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ കൈപ്പിടിക്കേണ്ടിയില്ല കേട്ടോ. നമ്മൾ വോക്സ്വാഗണിൻ്റെ തന്നെ MK1 എന്ന് പറഞ്ഞ മോഡൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഹോട്ട് വീൽസ് സിൽവർ ടൈപ്പ്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അപ്പുറം ഹോട്ട് വീൽസ് ഇരിപ്പുണ്ട്. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ ഇതാണ്ട് ഇരിക്കുന്നതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിരിക്കുന്ന മിക്ക കളക്ഷൻസും നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ഉണ്ട്, കട ചെയ്തിട്ടില്ല.
ഇത് നമ്മുടെ ഇരിപ്പുണ്ട്, ഇതും നമ്മുടെ ഇരിപ്പുണ്ട്, ഇതും നമ്മുടെ ഇരിപ്പുണ്ട്. കാണാത്തവർക്ക് ചാനലിൽ കയറി നോക്കിയാൽ വീഡിയോസ് കാണാൻ സാധിക്കും. എൻ്റെ ഇപ്പറേ ഉണ്ട് കേട്ടോ, ഇറങ്ങല്ലേ. ഇതൊക്കെ നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എൻ്റെ അകത്ത്. ഇങ്ങനെ നമുക്ക് നീണ്ട നാളത്തെ കാത്തിരിക്ക് ശേഷം കുറച്ച് ഡൈകാസ്റ്റ് ഇട്ടിരിക്കുന്നത്, അതും ഹോട്ട് വീൽസിൻ്റെ സിൽവർ സീരീസ് ഇപ്പോഴത്തെ സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അല്ലേ, ഈ 3 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ സാധനങ്ങൾ. പിന്നെ അത് മാത്രമല്ല 1:24 സ്കെയിലെ മറ്റൊരു ഐറ്റം കൂടി നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഏതാണെന്നല്ലേ തേനെ ഈ മച്ചാനം കൂടെ നമുക്ക് കിട്ടുന്നത്. എൻ്റെ പൊരണ വേണ ലോക്കല്ലേ. ഞാനൊരു കാര്യം ക്യാമറ തിരിച്ച് കാണിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി കണ്ടാൽ മനസ്സിലാകുന്നല്ല. ശരിക്കും മനസ്സിലായില്ല. ബാ നോക്കിക്കേ, നമുക്ക് കിട്ടിയ വോൾസ്വാഗൺ ഗോൾഫ് MK1 GT 1979 എന്ന് പറഞ്ഞ മോഡൽ ബുറാഗയുടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം 1:24 സ്കെയിൽ ആണ്. പിന്നെ കിട്ടിയിരിക്കുന്നത് കുറേ നാളത്തെ കാത്തിനു ശേഷം നമുക്ക് ഹോട്ട് വീൽസിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എഴുതപ്പെട്ട 3 എണ്ണം കിട്ടിയിരിക്കുകയാണ്. നിസാൻ സിൽവർ S30, പിന്നെ S50, പിന്നെ വന്നിരിക്കുന്നത് റോഡോ 1970 ബ്രാൻഡാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ അതായത് കാണിക്കുകയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിലൊന്ന് അൺബോക്സ് ചെയ്ത്, അതായത് നമുക്ക് ആ മറ്റേ വോക്സ്വാഗൺ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമുക്ക് നമ്മുടെ വോക്സ്വാഗൺ GTI എന്ന് പറഞ്ഞ ഈ മോഡൽ പതുക്കെ അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. എന്തായാലും മൊത്തം ബ്ലാക്ക് കളറാണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് മൂവിങ് പാർട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, എന്ത് പറയുന്നു. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നിങ്ങൾ താഴേക്ക് നോക്കിക്കൊള്ളുക. ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആട്ടോ ഈ സാധനം. ഇത് ഓക്കെ, അതിൻ്റെ ഹോളോഗ്രാം ഒക്കെ ഉണ്ട്. നമുക്കിത് കണ്ടിക്കാം. ആദ്യം തന്നെ നമ്മുടെ ആയുധങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി ഒരു സൈഡിൽ നിന്ന് മുറിച്ച് തുടങ്ങാം. അതിലേക്ക് ഈ സൈഡിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് സാധനം ഇതാ. ഞാൻ എൻ്റെ അടിയിലെ സ്ക്രൂ ഒക്കെ ഒന്നിരിക്കട്ടെ കേട്ടോ. എന്തിനാണ് ഇത്ര സ്ക്രൂ? ഒറ്റണം കൊടുത്താൽ പോലെ. സ്ക്രൂ ഒഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒറ്റണം പരിപാടിയാണ്. എന്തായാലും ഇതിൻ്റെ സ്ക്രൂ അഴിച്ചിട്ട് വരാം. എൻ്റെ പൊന്നാണെങ്കിൽ നോക്കിക്കേ, ഇതിൻ്റെ ഡോറ് തുറക്കാമെന്നാട്ടോ. അതെ, ഇതിൻ്റെ 2 സൈഡും തുറക്കാം. 2 സൈഡിലെ ഡോറ് നമുക്കിങ്ങനെ തുറക്കാൻ സാധിക്കും. നോക്കാം, ഇവിടെ നല്ല പക്ക ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലെ ഇതുണ്ടോ, ഇതൊക്കെ ഒരു ക്വാളിറ്റിയുള്ള ലൈറ്റൊക്കെ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ GT1 ബ്രാൻഡ് നെയിമും അതിൻ്റെ ഇയറും എഴുതിയിട്ടുണ്ട്. ഡോറിൻ്റെ സൈഡൊക്കെ ഇതുണ്ടോ, ഡോറിൻ്റെ ഇവിടുത്തെ ഡീറ്റെയിലിംഗ് നോക്കി, പക്ക ഡീറ്റെയിലിംഗ് ഡോർസിൻ്റെ സൈഡൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇവിടെ എല്ലാം പക്ക ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട്. ഇത് 2 ഡോറാണ്. 2 ഡോറല്ലേ? അതെ, 2 ഡോറാണ്. കൊള്ളാം. അകത്ത് നോക്കാൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബാക്ക് സൈഡ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇനി ബാക്കിൽ വരുമ്പോഴത്തേനും ലൈറ്റ് കൊടുത്തേക്ക് നോക്കി. ഇതൊക്കെ ക്വാളിറ്റി പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. ഇതും നമ്പർ പ്ലേറ്റ്, ബാക്കിലെ ഇത് തന്നെ വൈപ്പർ വരെ നല്ല പക്ക ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇനി അടിയിലേക്ക് പോകുമ്പോഴത്തേനും മുടി എത്രയ്ക്കും ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവർ മറ്റേ എക്സസൈസ് കൊടുത്തേക്കുന്നുണ്ട്. ഇതുണ്ടോ എപ്പോനെ ഇന്ന ലുക്ക് നിൽക്കണേ. കണ്ടോ, ഇതിൻ്റെ 1:64 സ്കെയിൽ വരുന്ന മോഡൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. സാധനം ഞാൻ ആദ്യം താമസിക്കാതെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് പക്ക ഇത് നോക്കി, എന്തല്ലേ കാണാൻ ലുക്ക് സൈനം.
ഡോറൊക്കെ തുറക്കാൻ പറ്റും. നമുക്ക് ബോണറ്റ് കൂടി തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. എൻ്റെ പൊന്നടവേ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തായി മേടിച്ച 1/64 സ്കെയിലിലെ ബുറാഗോ ബ്രാൻഡ് വരുന്ന വോക്സ്വാഗൺ. ടയറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൈപ്പറൊക്കെ ഇല്ല, വൈപ്പറൊന്നും അനങ്ങില്ല. ഫ്രണ്ടിൽ വോക്സ്വാഗൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് GTI എന്ന് പറഞ്ഞ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രില്ലാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രില്ലാണ്. പക്ഷേ നല്ല ലുക്കുണ്ട്. പക്ക ടൈറ്റാനിയം. ഫ്രണ്ടിൽ സ്റ്റിക്കറാണോ? അല്ല, ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് പെയിൻറ് വർക്കാണ്. ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് എന്തായാലും സാധനം കൊള്ളാം. നല്ല അടിപൊളി സാധനം. നിങ്ങൾക്ക് ഇന്ത്യയിലും കൂടി നേരത്തെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബാക്കിലും വോക്സ്വാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്, ഗോൾഫ് GTI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇത്രയും വില വരുന്നില്ലേ, ഇപ്പോൾ ഡീറ്റെയിലിംഗ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ശരിയാകുന്നത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ 1/64 സ്കെയിൽ വരുന്ന സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചാൽ ഇവിടെ ഇരിപ്പില്ല, എനിക്കത് ബായില്ല. അഴുതെടുത്ത് ഞങ്ങളെ കാണിച്ചൊരു ദിവസം. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റേ അടിപൊളി ഹോട്ട് വീൽസും ഡൈകാസ്റ്റുകളുടെ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം മറക്കണ്ട. ഇസ്മി ഷാരോൺ.